Hi students, ഞാൻ ഡോക്ടർ ജീതു. Hope all of you are good. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാറ്റേൺസ് ഓഫ് ബോൺ ലോസും TFO ട്രോമ ഫ്രം ഒക്ലൂഷനുമാണ്. ഫോർ ദ മേജർ പാർട്ട് ഞാൻ കറൻസ് 13th എഡിഷനാണ് റെഫർ ചെയ്തിരിക്കുന്നത്. കുറച്ച് പോർഷൻസിൽ ഇന്ത്യയിൽ നോക്കിയിട്ടുണ്ട്. സോ ഗോയിങ് ഇൻ ടു പ്രസൻറ്റേഷൻ. നമ്മുടെ വായിലുള്ള ഒരു നോർമൽ നാച്ചുറൽ ടൂത്താണിത്. അത് മാസ്റ്റിക്കേഷൻ്റെ സമയത്ത് ആ മാസ്റ്റിക്കേറ്ററി ഫോഴ്സസ് നമ്മുടെ മാസ്റ്റിക്കേറ്ററി മ്യൂക്കോസ അല്ലെങ്കിൽ നമ്മുടെ ജിഞ്ചൈവ കെരാറ്റിനൈസ്ഡ് ജിഞ്ചൈവ ടേക്കപ്പ് ചെയ്യും. എന്നിട്ട് ഈ ജിഞ്ചൈവയിൽ നിന്ന് ഈ ഫോഴ്സസ് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻ ടു ദ ആൽവിയുലർ ബോൺ. യു ക്യാൻ സീ ദ ഡയറക്ഷൻ ഇൻ ഇറ്റ് ഇസ് നമ്പേർഡ് 2. ആൽവിയുലർ ബോണിൽ നിന്ന് ഇറ്റ് ഗോസ് ടു ദ പെരിഡോണ്ടൽ ലിഗമെൻറ്റ്. ആ ഒരു മാർക്ക് കാണാൻ പറ്റില്ല. ഇറ്റ് ഇസ് നമ്പേർഡ് 3. ഇതാണ് നോർമൽ ഡയറക്ഷൻ, ഫ്ലോ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ്. സോ ഡിസീസ് ഓഫ് പെരിഡോൺഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വഴിയാണ് ജിഞ്ചൈവലാണ്. ഡ്യൂ ടു ദ ജിഞ്ചൈവൽ ഇൻഫ്ലമേഷൻ ദ ജിഞ്ചൈവൽ ആൻഡ് ദ ട്രാൻസെപ്റ്റൽ ഫൈബേഴ്സ് ആർ ഡിസ്ട്രോയിഡ്. ട്രാൻസെപ്റ്റൽ ഫൈബറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇറ്റ് ഇസ് ഡിവൈഡഡ് ആസ് എ ജിഞ്ചൈവൽ ഫൈബർ ആസ് വെൽ ആസ് പെരിഡോണ്ടൽ ഗ്രൂപ്പ് ഓഫ് ഫൈബർ. There is continuous tendency to recreate the transeptal fibers across the interdental septum. Transeptal fibers എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഫ്രം ദ cementum of one tooth to cementum of adjacent tooth over the interdental septum. The fiber without any bony attachment എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ട്രാൻസെപ്റ്റൽ ഫൈബേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ? ട്രാൻസെപ്റ്റൽ ഫൈബേഴ്സ് ജിഞ്ചൈവൽ ഡിസീസ് കാരണം, പെരിഡോണ്ടൽ ഡിസീസ് കാരണം ഡിസ്ട്രോയിഡ് ആയാലും ദർ ഇസ് എ കണ്ടിന്യൂസ് ടെൻഡൻസി ടു റീക്രിയേറ്റ് ദീസ് ഫൈബേഴ്സ്. അതുകൊണ്ട് തന്നെ ഈവൻ ഇൻ എക്സ്ട്രീം കേസസ് ഓഫ് പെരിഡോണ്ടൽ ഡിസീസ് നമ്മൾ ജിഞ്ചൈവ റിഫ്ലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ ട്രാൻസെപ്റ്റൽ ഫൈബേഴ്സ്. ഇനി ലീഷൻ ബോണിലോട്ട് വരുമ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേമാണ് റേഡിയസ് ഓഫ് ആക്ഷൻ. ഈ റേഡിയസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നത് ഗാരന്റ് ആൻഡ് ചോ ആണ്. റേഡിയസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മളുടെ പ്ലാക്കിലുള്ള ബാക്ടീരിയ എൻഡോടോക്സിൻസ് റിലീസ് ചെയ്യുമ്പോൾ there is a particular distance up to which these endotoxins can exert destruction or bone loss. ആ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ദ റേഞ്ച് ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദിസ് ബാക്ടീരിയൽ എൻഡോടോക്സിൻ. അതിനൊരു വാല്യൂ തന്നത് 1.5 millimeters to 2.5 millimeters എന്നൊരു വാല്യൂ തന്നത് പേജ് ആൻഡ് ഷ്രോഡർ ആണ്. സോ കോൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ ഗാരന്റ് ആൻഡ് ഷോ, ബട്ട് ദ വാല്യൂ വാസ് ഗിവൺ ബൈ പേജ് ആൻഡ് ഷ്രോഡർ. ഇനി ലോ സ്റ്റഡി ചെയ്തിട്ട് റേറ്റ് ഓഫ് ബോൺ ലോസ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബോൺ ലോസിന് ഒരു പെർട്ടിക്കുലർ റേറ്റ് ഉണ്ട്. ഫാസ്റ്റ് റേറ്റ് ആവാം, സ്ലോ റേറ്റ് ആവാം. അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ശ്രീലങ്കൻ ടീ ലേബറേഴ്സിലാണ് ആൾ സ്റ്റഡി ചെയ്തത്. അപ്പം 3 ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് പ്രോഗ്രഷനാണ് നമുക്കുള്ളത്. ഇൻ 8% ഓഫ് ദ പീപ്പിൾ ദർ ഇസ് റാപ്പിഡ് പ്രോഗ്രഷൻ. നമ്മളുടെ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസിന് അനലോഗസ് ആയിട്ടുള്ള ഒരു റാപ്പിഡ് പ്രോഗ്രഷൻ ഓഫ് പെരിഡോണ്ടൽ ഡിസീസ് വാസ് സീൻ ഇൻ 8% ഓഫ് ദ പോപ്പുലേഷൻ. അവർക്ക് ആനുവൽ ബോൺ ലോസ് എന്തോരാണ്? 0.1 millimeters to 1 millimeters. ഓർക്കാൻ എളുപ്പമല്ലേ? 0.1 to 1 ആണ് വാല്യൂ. ഒരെണ്ണത്തിന് ഡെസിമൽ ഉണ്ട്, ഒരെണ്ണത്തിന് ഡെസിമൽ ഇല്ല. രണ്ടാമതായിട്ട് 81% അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷനും കാണിക്കുന്ന ഒരു റേറ്റ് ഓഫ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് പ്രോഗ്രഷൻ ആണ്. അത് 0.05 to 0.5. മുകളിലത്തേതുപോലെ തന്നെ 5 ആണ്. ഒരു ഡെസിമൽ പ്ലേസ് മാറ്റിയാൽ മതി. സോ 0.05 to 0.5 ആണ്. ഇനി 11% ഓഫ് ദ ഇൻഡിവിജ്വൽസിൽ ഇറ്റ് ഇസ് വെരി സ്ലോ ഓർ ദർ ഇസ് മിനിമൽ ബോൺ ലോസ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് വലിയ ഡിസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ദിസ് പീപ്പിൾ കം അണ്ടർ ദിസ് 11% ഓഫ് ദ പോപ്പുലേഷൻ. അവർക്ക് മിനിമൽ ഓർ നോ പ്രോഗ്രഷൻ ഓഫ് ദ പെരിഡോണ്ടൽ ഡിസീസ് ആണ്. ഇതിന്റെ വാല്യൂ 0.05 to 0.09 millimeters ആണ് ബോൺ ലോസ് പെർ ഇയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് സംതിങ് കോൾഡ് ദ ബോൺ ഫാക്ടർ കോൺസെപ്റ്റ്. അത് ഗ്ലിക്മാൻ തന്നൊരു കോൺസെപ്റ്റാണ്. ഗ്ലിക്മാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പെരിഡോണ്ടൽ ഡിസീസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോൺ ലോസ് അവിടെ അയാൾ കാണുന്നുണ്ടെങ്കിൽ ഹി ആട്രിബ്യൂട്ടഡ് ദിസ് ടു എ സിസ്റ്റമിക് ഫാക്ടർ. എല്ലാ ബോൺ ലോസ് അല്ലെങ്കിൽ എല്ലാ പെരിഡോണ്ടൽ ഡിസീസിലും ദർ ഇസ് എ സിസ്റ്റമിക് റെഗുലേറ്ററി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ബോൺ ഫാക്ടർ കോൺസെപ്റ്റ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബോൺ ഫാക്ടർ കോൺസെപ്റ്റ് എന്നും പറഞ്ഞ് അവർ പല കാര്യങ്ങളും തരും. ഇതാണ് കാര്യം. ബോൺ ലോസിന് എപ്പോഴും ഒരു സിസ്റ്റമിക് റെഗുലേറ്ററി ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് ബോൺ ഫാക്ടർ കോൺസെപ്റ്റ്. അപ്പം പെരിഡോണ്ടൽ ബോൺ ലോസ് ശരിക്കും സിസ്റ്റമിക് റെഗുലേറ്ററി ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, എപ്പോഴും അല്ലെങ്കിൽ പോലും. സോ ദർ ആർ ജനറലൈസ്ഡ് സ്കെൽറ്റൽ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഹൈപ്പർ പാരാതൈറോയിഡിസം അല്ലെങ്കിൽ ലുക്കീമിയ, ഹിസ്റ്റോസൈറ്റോസിസ് എക്സ്. ഇങ്ങനത്തെ ഫാക്ടേഴ്സിലെല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും? പെരിഡോണ്ടൽ ബോൺ ലോസ് കാണാൻ പറ്റും. ആൻഡ് ദീസ് ആർ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ടു ദ ബയോഫിലിം ഇൻഡ്യൂസ്ഡ് പെരിഡോണ്ടൽ ബോൺ ലോസ്. അപ്പോൾ ബോൺ ലോസ് ഉണ്ടാവുന്നതിൻ്റെ ആ
ഒരു റേറ്റ് നമ്മൾ പറഞ്ഞു, അത് എന്തോരം ചുറ്റളവിലോട്ട് അത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഡിഫറെൻറ്റ് പാറ്റേൺസിൽ ഈ ബോൺ ലോസ് ഉണ്ടാവാൻ പറ്റും. നമ്മൾ മെയിനായിട്ടും 5 പാറ്റേൺസ് ഓഫ് ബോൺ ലോസ് ആണ് പഠിക്കുന്നത്. 1 ഇസ് ഫെനസ്ട്രേഷൻ, 2 ഡെഹിസൻസ്, 3 ഹൊറിസോണ്ടൽ ബോൺ ലോസ്, 4 ആംഗുലാർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബോൺ ലോസ്, 5 ക്രേറ്റർ, 6 ബൾബസ് ബോണി കോൺടൂർസ്, 7 റിവേഴ്സ്ഡ് ആർക്കിടെക്ചർ, 8 ഇറഗുലർ ബോണി കോൺടൂർസ്, 9 എക്സോസ്റ്റോസിസ്, 10 ബട്രസിംഗ് ബോൺ ഫോർമേഷൻ, 11 ഫെർക്കേഷൻ. ഇങ്ങനെ 11 പാറ്റേൺസ് ഓഫ് ബോൺ ലോസ് നമുക്ക് ഉണ്ട്. ആദ്യം ഫെനസ്ട്രേഷൻ. ഫെനസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു വിൻഡോ ലൈക്ക് ആയിട്ടുള്ള ബോൺ ലോസ് ആണ്. ഒരു ടൂത്ത് സർഫസ്, ഒരു റൂട്ട് സർഫസിൽ ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു വിൻഡോ ലൈക്ക് ആയിട്ടുള്ള ബോൺ ലോസ് ആണ്. ആ ബോൺ ലോസ് അവിടെ ഉള്ളത് കാരണം നമുക്ക് അണ്ടർലൈൻ റൂട്ടിനെ കാണാൻ പറ്റും. ജിഞ്ചൈവേനെ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർലൈൻ റൂട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. വിൻഡോ ലേക്ക് എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കണം, അതിൻ്റെ മാർജിനൽ ബോൺ ഇൻടാക്റ്റ് ആയിരിക്കും. മാർജിനൽ ബോണും കൂടി പോയിരുന്നെങ്കിൽ അത് വിൻഡോയിലേക്ക് ആവില്ല, ദാറ്റ് വിൽ ബിക്കം കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ ഇത് മെയിനായിട്ടും കാണുന്നത് എവിടെയാണ്? ഇൻ ലേബിയലി പ്ലേസ്ഡ് ടൂത്ത്. ടൂത്തിൻ്റെ റൂട്ട് ഒരുപാട് ലേബിയലി പ്ലേസ്ഡ് ആണെങ്കിൽ അവിടുത്തെ ബോൺ പ്ലേറ്റ് ഭയങ്കര തിന്നായിരിക്കും, അവിടെ ഫെനസ്ട്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് രണ്ടാമത്തെ ഫാക്ടർ അത് തന്നെയാണ്, തിൻ ബോണി പ്ലേറ്റ്. ആൻഡ് 3 പ്രോമിനൻറ്റ് റൂട്ട്സ്. ചിലപ്പോൾ ലേബിയലി പ്ലേസ്ഡ് ആവണമെന്നില്ല, റൂട്ട് വിൽ ബി പ്രോമിനൻറ്റ്. അടുത്തത് ഡെഹിസൻസ്. ഡെഹിസൻസ് ഇസ് എ ഫെനസ്ട്രേഷൻ ബട്ട് ഇറ്റ് എക്സ്റ്റെൻസ് ടു ദ മാർജിനൽ ബോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഓവൽ ഷേപ്ഡ് ആയിട്ട് കൺഫൈൻഡ് ആയിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ മാർജിനൽ ബോൺ ഇൻടാക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിയേ, നമ്മുടെ മാർജിനൽ ജിഞ്ചയുടെ മുകളിൽ മാർജിനൽ ബോൺ ഉണ്ടാവേണ്ടതാണ്. ആ മാർജിനൽ ബോൺ തൊട്ട് കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡിങ് ആയിട്ടുള്ള ഒരു ബോൺ ലോസ് ആണ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഫെനസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ മാർജിനൽ ബോൺ അവിടെ ഉണ്ടായേനെ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും നമ്മൾ ബോൺ ലോസ് കാണുക. ഇതും ലേബിയലി പൊസിഷൻ ടൂത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഡെഹിസൻസ് ഇസ് എ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബോൺ ലോസ് ഇൻ ആൻറ്റീരിയർ ടീത്ത്. ഇനി ഓരോ ഫിഗർ നോക്കി. ഫസ്റ്റ് വൺ ഇസ് ഹൊറിസോണ്ടൽ ബോൺ ലോസ്. അത് നമുക്കറിയാം, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോൺ ലോസ് പെർട്ടൈനിങ് ടു വൺ ടൂത്ത് ആൻഡ് ദ ബോൺ ലോസ് ഇൻ റിലേഷൻ ടു ദ നെക്സ്റ്റ് ടൂത്ത് ആർ അറ്റ് ദ സെയിം ലെവൽ. ഒരു ലൈൻ നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കും. അടുത്തത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ആംഗുലാർ ബോൺ ലോസ്. നമ്മളുടെ വെൻ ഇറ്റ് ഇസ് ഇൻവോൾവിങ് 2 ടീത്ത്, ഒരു ടൂത്തിൽ ബോണിൻ്റെ ലെവലും നെക്സ്റ്റ് ടൂത്തിലെ ബോണിൻ്റെ ലെവലും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ആംഗുലാർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ബോൺ ലോസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇനി ഈ വെർട്ടിക്കൽ ബോൺ ലോസിനെ നമുക്ക് 3 വോൾട്ട്, 2 വോൾട്ട്, 1 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് വോൾട്ട്സ് വെച്ച് നമ്മൾ ബോൺ ലോസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഓർക്കേണ്ട മെയിൻ കാര്യം, ദിസ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ബോണി വോൾസ് റിമൈനിങ്. നമ്മൾ 1 വോൾട്ട് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു വോൾ പോയി എന്നല്ല, അവിടെ ഒരു വോളേ ബാക്കിയുള്ളൂ. 2 വോൾട്ട് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 2 വോള് ബാക്കിയുണ്ട്. 3 വോൾട്ട് ഡിഫക്റ്റ് എന്ന് പറയുമ്പം അവിടെ 3 വോള് ബാക്കിയുണ്ട്. സോ 3 വോൾട്ട് ഡിഫക്റ്റ് ഇസ് എ ബെറ്റർ ഡിഫക്റ്റ് അല്ലേ. അവിടെ 3 വോൾട്ട്സ് ബാക്കിയുണ്ട്, നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. 1 വോൾട്ട് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ പ്രോഗ്നോസിസ് ആണ്, അല്ലെങ്കിൽ ആകെ ഒരൊറ്റ വോളേ ഉള്ളൂ, കുറച്ചും കൂടി ഡിസീസ് പ്രോഗ്രസ്ഡ് ആണ് അവിടെ. ഓക്കെ, അപ്പോൾ 3 വോൾട്ട്, 2 വോൾട്ട്, 1 വോൾട്ട് എന്ന് പറയുന്നത് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ ബോണി വോൾസ് റിമൈനിങ്. അടുത്തത് എക്സോസ്റ്റോസിസ്. എക്സോസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എൻ ഔട്ട് ഗ്രോത്ത് ഓഫ് ദ ബോൺ ആണ്. അത് ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്പിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സ്മോൾ അല്ലെങ്കിൽ ലാർജ് നൊഡ്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ റിഡ്ജസ് ആയിട്ട് സ്പൈക്ക് ലേക്ക് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഔട്ട് ഗ്രോത്ത് ഫ്രം ദ ബോണിനെയാണ് നമ്മൾ എക്സോസ്റ്റോസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു പാറ്റേൺ ആണ് ബട്രസിംഗ് ബോൺ ഫോർമേഷൻ. ഇതിലെന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരു ബോണി റിസോപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ബോൺ ലോസ് ഉണ്ടായിട്ട് ബോണിൻ്റെ ഹൈറ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൺ എന്ത് ചെയ്യും? ഇറ്റ് വിൽ അറ്റംപ്റ്റ് ടു ബട്രസ് ദ ട്രബിക്കുലെ. ബോണി റിസോപ്ഷൻ നടന്ന് വീക്കായിട്ടുള്ള ബോണിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അവർ ബോണി ട്രബിക്കുലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ബട്രസിംഗ് നടത്തും. ബട്രസിംഗ് എന്ന് പറയുന്നത് ബോണിൻ്റെ സെൻട്രൽ പാർട്ടിൽ അല്ലെങ്കിൽ ബോണിൻ്റെ പെരിഫറൽ പാർട്ടിലോട്ടാണ് ബോൺ ഡെപ്പോസിഷൻ നടന്ന് അതിന് കട്ടി വെക്കുന്നത്. വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ സെൻട്രൽ കമ്പാർട്ട്മെന്റ് ഇറ്റ് ഇസ് കോൾഡ് സെൻട്രൽ ബട്രസിംഗ് ബോൺ ഫോർമേഷൻ. അല്ലെങ്കിൽ പുറത്തോട്ട് എക്സ്റ്റേണൽ സർഫസിലോട്ടാണ് ഈ ബോൺ ഡെപ്പോസിഷൻ നടക്കുന്നതെങ്കിൽ നമ്മളതിനെ പെരിഫറൽ ബട്രസിംഗ് ബോൺ ഫോർമേഷൻ എന്ന് പറയും. പെരിഫറൽ ബട്രസിംഗ് ബോൺ ഫോർമേഷൻ്റെ വേറൊരു പേരാണ് ലിപ്പിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ലിപ്പിംഗ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് പെരിഫറൽ ബട്രസിംഗ് ബോൺ ഫോർമേഷൻ. അടുത്തത് ക്രേറ്റർ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു 1 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട് ഡിഫക്ട്സ് ആയിട്ട് നമ്മൾ വെർട്ടിക്കൽ ബോൺ ലോസിനെ തിരിച്ചിട്ടുണ്ടെന്ന്. സോ ക്രേറ്റർ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് 2 വോൾട്ട് ഡിഫക്റ്റ് ആണ്. സോ 2 വോൾട്ട്സ് ഉള്ള ഒരു ഡിഫക്റ്റ് ആണ്. ഇറ്റ് വിൽ പ്രസൻറ്റ് ആസ് എ കോൺകേവിറ്റി ഇൻ ദ ക്രെസ്റ്റ് ഓഫ് ദ ഇൻ്റർഡെൻ്റൽ ബോൺ. നമുക്ക് ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഫേഷ്യൽ വോളും അതിൻ്റെ ലിംഗ്വൽ വോളും ഉണ്ട്. നടുക്ക് ഒരു കോൺകേവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കുഴിയാണ്.
ക്രേറ്റർ എന്ന് പറയുന്നത് 1/3 ഓഫ് ഓൾ ദി ഡിഫക്ട്സും ക്രേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ നിയർലി 35% ഓഫ് ദ ഡിഫക്ട്സും ക്രേറ്റേഴ്സ് ആണ്. അതിൽ തന്നെ അബൌട്ട് 2/3 ഓഫ് ഓൾ ദ മാൻഡിബുലാർ ഡിഫക്ട്സ് ആർ ക്രേറ്റേഴ്സ്. സോ മാൻഡിബിളിൽ ക്രേറ്റർ ഭയങ്കര കോമൺ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫെനസ്ട്രേഷൻ പഠിച്ചു, ഡെസൻസ് പഠിച്ചു, ഹൊറിസോണ്ടൽ ബോൺ ലോസ്, വെർട്ടിക്കൽ ബോൺ ലോസ്, ക്രേറ്റേഴ്സ് ഇത്രയും പഠിച്ചു. ഓക്കെ, അടുത്തത് ബൾബസ് ബോണി കോണ്ടൂർ. ബൾബസ് ബോണി കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ എക്സോസ്റ്റോസിസ് എന്താണെന്ന് പഠിച്ചായിരുന്നു. അതിൽ ബൾബസ് ബോണി കോണ്ടൂർ ഇസ് exostosis. It is an adaptation to function, or it is a buttressing bone formation. They are found more frequently in maxilla than in the mandible. അപ്പോൾ ബൾബസ് ബോണി കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റോസിസ് തന്നെയാണ്, which is seen as an adaptation to function, or it is a buttressing bone formation. അടുത്തതായിട്ട് നെഗറ്റീവ് ആർക്കിടെക്ചർ. നെഗറ്റീവ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബോണിൽ നെഗറ്റീവ് ആർക്കിടെക്ചർ ഉണ്ട്, പോസിറ്റീവ് ആർക്കിടെക്ചർ ഉണ്ട്, ഫ്ലാറ്റ് ആർക്കിടെക്ചർ ഉണ്ട്. പോസിറ്റീവ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? യൂഷ്വലി നമ്മളുടെ ഓറൽ ക്യാവിറ്റിയിൽ കാണുന്ന ബോണിൻ്റെ പാറ്റേൺ ആണ്. നമ്മൾ ഒരു ടൂത്ത് വരച്ചിട്ട് അതിൻ്റെ അറൗണ്ട് നമ്മൾ ബോൺ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? അതിൻ്റെ മിഡ് റൂട്ട് സർഫസിൽ നമ്മൾ യു വരയ്ക്കും, എന്നിട്ട് ഇൻ്റർഡെൻ്റൽ പോർഷനിലോട്ട് നമ്മളൊരു സ്പൈക്ക് കൊടുക്കും. ഫിഗറിൽ കാണുന്നില്ലേ? ഓക്കെ, സോ ഇതാണ് പോസിറ്റീവ് ആർക്കിടെക്ചർ. നെഗറ്റീവ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ തിരിച്ച് ആ ഇൻ്റർഡെൻ്റൽ സെപ്റ്റയുടെ ഭാഗം പൊങ്ങിയിരിക്കാതെ നമ്മുടെ മിഡ് റൂട്ട് പോർഷൻ പൊങ്ങിയിരിക്കുകയും ഇൻ്റർഡെൻ്റൽ സെപ്റ്റൽ ഏരിയയിൽ ബോൺ ലോസ് ആയിട്ട് അതിൻ്റെ ഹൈറ്റ് കുറവായിരിക്കും. ദിസ് ഇസ് കോൾഡ് നെഗറ്റീവ് ആർക്കിടെക്ചർ. രണ്ടും ഒരേ ലെവലിൽ വരുന്നതിനെയാണ് നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവും ഫ്ലാറ്റും ഓൾമോസ്റ്റ് അക്സെപ്റ്റബിൾ ആണ്. നെഗറ്റീവ് ആർക്കിടെക്ചർ ഇസ് എ ലോസ് ഓഫ് ഇൻ്റർഡെൻ്റൽ ബോൺ വിത്തൗട്ട് എ കൺകോമിറ്റൻറ്റ് ലോസ് ഓഫ് ദ റാഡിക്കുലർ ബോൺ. അതുകൊണ്ടാണ് ഇത് പാറ്റേൺ ഓഫ് ബോൺ ഡിസ്ട്രക്ഷനിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതും നമ്മളെവിടെ കോമൺ ആയിട്ട് കാണുന്നത്? ഇറ്റ് ഇസ് കോമൺ ഇൻ ദ മാക്സില്ല ഓഫ് ദ പേഷ്യൻസ്. ബൾബസ് ബോണി കോണ്ടൂറും മാക്സിലയിലായിരുന്നു നമ്മൾ കോമൺ ആയിട്ട് കണ്ടത്. റൈറ്റ്, അടുത്തത് ലെഡ്ജസ്. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ദർ പ്ലാറ്റ്യൂ ലൈക്ക് ബോൺ മാർജിൻസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ റിസോപ്ഷൻ ഓഫ് ദ തിക്കൻഡ് ബോണി പ്ലേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ബോണിൻ്റെ ഹൈറ്റ് ബോൺ ലോസ് ഉണ്ടായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രബിക്കുലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ദർ ഇസ് തിക്കനിങ് ഓഫ് ദ ബോണി പ്ലേറ്റ്. അങ്ങനെ തിക്കനിങ് ഉണ്ടായിട്ട് ആ തിക്കൻ ബോണി പ്ലേറ്റിന് റിസോപ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്ലേറ്റ്യൂ പോലത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ നമ്മൾ ലെഡ്ജ് എന്ന് പറയും. റൈറ്റ്, ഫിഗറിൽ കാണാൻ പറ്റും. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഫെർക്കേഷൻ ഇൻവോൾവ്മെൻ്റ് ആണ്. ഫെർക്കേഷൻ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇൻവേഷൻ ഓഫ് ദ ബൈഫെർക്കേഷൻ ഓർ ട്രൈഫെർക്കേഷൻ ഓഫ് ദ മൾട്ടി റൂട്ടഡ് ടീത്ത് ബൈ പെരിഡോണ്ടൈറ്റിസ്. ഇത്രയും നേരം നമ്മൾ റാഡിക്കുലർ സർഫസസിലും ഇൻ്റർഡെൻ്റൽ സെപ്റ്റേനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്നത് ബൈഫെർക്കേഷൻ അല്ലെങ്കിൽ ട്രൈഫെർക്കേഷൻ ഏരിയയിലുള്ള ബോണിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഫെർക്കേഷൻ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയും. ഈ ഏരിയയിൽ ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോബ് നെയ്ബേഴ്സ് പ്രോബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെയ്ബേഴ്സ് പ്രോബ് എന്ന് പറഞ്ഞാൽ ഒരു കേർവ്ഡ് പ്രോബാണ്. അപ്പം ആ രണ്ട് റൂട്ടിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ കൂടെ അതിന് ഈസിലി പാസ് ചെയ്യാൻ പറ്റും. സോ നെയ്ബേഴ്സ് പ്രോബ് ഇസ് യൂസ് ടു ഡിറ്റക്ട് ദ ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ്. ഇത്രയും പാറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിലും ദ മോസ്റ്റ് കോമൺ പാറ്റേൺ ഓഫ് ബോൺ ലോസ് ഇൻ പെരിഡോണ്ടൽ ഡിസീസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഹൊറിസോണ്ടൽ ബോൺ ലോസ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബോൺ ലോസ് ആണ് ഏറ്റവും കോമൺ. ഇനി നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ള രണ്ട് ടേംസ് ആണ് കണ്ടിന്യൂസ് ഡിഫക്റ്റും കമ്പൈൻഡ് ഡിഫക്റ്റും. കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൂത്തിൻ്റെ ഒരു സർഫസിൽ നിന്ന് അടുത്ത സർഫസിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഡിഫക്റ്റ്. ഇപ്പോൾ ഫേഷ്യൽ സർഫസിൽ നിന്ന് തുടങ്ങി മീസിയൽ സർഫസിലോട്ടും ലിംഗ്വൽ സർഫസിലോട്ടും ഒക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലതൊരു കണ്ടിന്യൂസ് ഡിഫക്റ്റ് ആണ്. ഇങ്ങനെ ഒരു ട്രഫ് ലൈക്ക് ഡിഫക്റ്റ് സർക്കംഫറൻഷ്യലി അറൗണ്ട് ടൂത്ത് അങ്ങനെ ഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ സർക്കംഫറൻഷ്യൽ ഡിഫക്റ്റ് എന്നും പറയും. സോ അതാണ് കണ്ടിന്യൂസ്, പല സർഫസിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇനി കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ബോൺ ലോസിന് 1 വോൾ 2 വോൾ 3 വോൾട്ടൊക്കെ ആയിട്ട് തിരിച്ചു. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കമ്പൈൻഡ് ഡിഫക്റ്റ്. അതായത് നമ്മളുടെ ഒരു ടൂത്തിൻ്റെ ബോൺ ലോസിന് ഒരു കൊറോണോ അപ്പൈക്കൽ എക്സ്റ്റെൻഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പൈക്കൽ പോർഷൻ ഓഫ് ദ ഡിഫക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് വോൾസ് കൂടുതലായിരിക്കും. നമ്മൾ കൊറോണൽ പോർഷനിൽ നോക്കുമ്പം ചിലപ്പം അതിൻ്റെ നമ്പർ ഓഫ് വോൾസ് ഒരു ഒറ്റ വോളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ താഴോട്ട് പോകും തോറും അല്ലെങ്കിൽ അപ്പൈക്കലിൽ പോകും തോറും അതിൻ്റെ നമ്പർ ഓഫ് വോൾസ് കൂടുതലാണ്. അതിന് 2 വോൾ അല്ലെങ്കിൽ 3 വോൾ പ്രസൻ്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡിഫക്റ്റിനെ നമ്മൾ കമ്പൈൻഡ് ഓഷ്യസ് ഡിഫക്റ്റ് എന്ന് പറയും. സോ പാറ്റേൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രോമ ഫ്രം ഒക്ലൂഷൻ ആണ്. ട്രോമ ഫ്രം ഒക്ലൂഷൻ അല്ലെങ്കിൽ TFO എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഈ ടേമിനെ കോയിൻ ചെയ്തത് ഗ്ലിക്മാൻ ആണ്. പക്ഷേ 2017 വേൾഡ് വർക്ക്ഷോപ്പ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനിൽ ഈ ട്രോമ ഫ്രം ഒക്ലൂഷൻ എന്ന് പറയുന്ന ടേമിനെ റിവൈസ് ചെയ്ത് ഒക്ലൂസൽ ട്രോമ എന്നാക്കിയിട്ടുണ്ട്. സോ ദർ ഇസ് നോ മോർ ട്രോമ ഫ്രം ഒക്ലൂഷൻ, ഇറ്റ് ഇസ് ഒക്ലൂസൽ ട്രോമ. 2017 ഇവർ
ഈ ക്ലാസിഫിക്കേഷൻ റിവൈസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. നമുക്ക് ഒരുപാട് റീക്ലാസിഫിക്കേഷൻസ് പഠിക്കേണ്ടി വന്നു. ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് എന്നുള്ള പേര് മാറ്റി പെരിഡോണ്ടൈറ്റിസ് ഗ്രേഡ് എ ഓർ ബി എന്ന് പറയണം. അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്നുള്ള പേര് മാറ്റി നമ്മളതിനെ പെരിഡോണ്ടൈറ്റിസ് ഗ്രേഡ് സി എന്ന് പറയണം. അതുപോലെ തന്നെ ട്രോമ ഫ്രം ഒക്ലൂഷൻ ഇല്ല, ഇനി മുതൽ അത് ഒക്ലൂസൽ ട്രോമയാണ്. Now there is acute and chronic trauma from occlusion. അതുപോലെ തന്നെ we have primary and secondary trauma from occlusion. ആദ്യം acute trauma from occlusion. It refers to periodontal changes associated with an abrupt occlusal impact. അതായത് നമ്മൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലിൽ കടിക്കുന്നു അല്ലേ, അതൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒക്ലൂസൽ ഇമ്പാക്റ്റ് ആയിരുന്നു, ഒക്ലൂസൽ ചേഞ്ച് ആയിരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പെരിഡോണ്ടൽ ചേഞ്ചസിനെയാണ് അക്യൂട്ട് ട്രോമ ഫ്രം ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ബട്ട് ക്രോണിക് ട്രോമ ഫ്രം ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ദ പെരിഡോണ്ടൽ ചേഞ്ചസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രാജുവൽ ചേഞ്ചസ് ഇൻ ഒക്ലൂഷൻ. അത് പെട്ടെന്ന് ഉണ്ടായ ഒരു ബൈറ്റ് ചേഞ്ച് കാരണമല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഓർ അതിനാണല്ലോ നമ്മൾ ക്രോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹാബിച്വലായിട്ട് ബൈറ്റ് മാറ്റി കടിക്കുന്നവരൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ടുണ്ടാകുന്ന പെരിഡോണ്ടൽ ചേഞ്ചസ് എല്ലാം ഇറ്റ് ഈസ് ക്രോണിക് ട്രോമ ഫ്രം ഒക്ലൂഷൻ. നെക്സ്റ്റ് ഇസ് പ്രൈമറി ട്രോമ ഫ്രം ഒക്ലൂഷൻ. അതായത് നമ്മൾ പറഞ്ഞു ട്രോമ ഫ്രം ഒക്ലൂഷൻ ഉണ്ടാവുന്നത് ഓൾട്രേഷൻ ഇൻ ഒക്ലൂസൽ ഫോഴ്സസ് ഉണ്ടാകുമ്പോഴാണ്. സോ പ്രൈമറി പ്രോബ്ലം തന്നെ ഓൾട്രേഷൻ ഇൻ ഒക്ലൂസൽ ഫോഴ്സസ് ആണ്. അപ്പോൾ നമ്മളതിനെ പ്രൈമറി ട്രോമ ഫ്രം ഒക്ലൂഷൻ എന്ന് പറയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പെരിഡോൺഷ്യം ഇസ് നോർമൽ. ഓൾട്രേഷൻ ഇൻ ഒക്ലൂസൽ ഫോഴ്സസ് ഒക്കറിങ് ഇൻ എ നോർമൽ പെരിഡോൺഷ്യമാണ് പ്രൈമറി ട്രോമ ഫ്രം ഒക്ലൂഷൻ. ഇനി സെക്കൻഡറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ലൂസൽ ഫോഴ്സസ് ചിലപ്പോൾ നോർമലായിരിക്കാം, സംടൈംസ് ഒക്ലൂസൽ ഫോഴ്സസ് കൂടുതലും ആയിരിക്കാം. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് എബിലിറ്റി ഓഫ് അവർ പെരിഡോൺഷ്യം ടു റെസിസ്റ്റ് ദ ഫോഴ്സസ്. അതുകൊണ്ടാണ് നമ്മളതിനെ സെക്കൻഡറി ട്രോമ ഫ്രം ഒക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ട്രോമ ഫ്രം ഒക്ലൂഷനിൽ ഒക്ലൂസൽ ഫോഴ്സസ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ സെക്കൻഡറി ആണ്. അവിടുത്തെ മെയിൻ പ്രോബ്ലം പെരിഡോൺഷ്യം ഇസ് ഹാവിങ് എ lower ability or a reduced ability to resist the occlusal forces. So primary എന്ന് പറഞ്ഞാൽ it is due to alteration in the occlusal forces. Secondary എന്ന് പറഞ്ഞാൽ it is due to reduced ability of the tissue to resist these forces. അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ഈ ടിഷ്യൂവിൻ്റെ റെസ്പോൺസ് 3 സ്റ്റേജസിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പെരിഡോൺഷ്യം 3 സ്റ്റേജസിൽ കൂടി കടന്നു പോകും. ഇഞ്ചുറി, റിപ്പയർ ആൻഡ് അഡാപ്റ്റീവ് റീമോഡലിംഗ്. ഓക്കെ, ഇഞ്ചുറി, റിപ്പയർ ആൻഡ് അഡാപ്റ്റീവ് റീമോഡലിംഗ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് വേറെ 2 ടേമും കൂടെ ഒക്കെ ഇട്ട് അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യും. ആദ്യം ഉണ്ടാകുന്നത് ഇഞ്ചുറിയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പെരിഡോൺഷ്യം അതിനെ റിപ്പയർ ചെയ്യാൻ നോക്കും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ വെച്ച് അത് അഡാപ്റ്റീവ് റീമോഡലിംഗ് നടത്തും. സോ ഇഞ്ചുറി, റിപ്പയർ ആൻഡ് അഡാപ്റ്റീവ് റീമോഡലിംഗ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ ഫ്രം ഒക്ലൂഷൻ എവിടെയാണ് ഉണ്ടാകുന്നത്? അത് സപ്പോർട്ടിംഗ് ടിഷ്യൂസ് അല്ലെങ്കിൽ പെരിഡോൺഷ്യത്തിൽ ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ജിഞ്ചൈവൽ ബ്ലഡ് സപ്ലൈ ഈസ് നോട്ട് അഫക്റ്റഡ്. ജിഞ്ചൈവനെ ട്രോമ ഫ്രം ഒക്ലൂഷൻ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ജിഞ്ചൈവനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ദർ ഇസ് നോ പോക്കറ്റ് ഫോർമേഷൻ. ജിഞ്ചൈവയുടെ പാർട്ടായ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിൻ്റെ പൈക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പോക്കറ്റ് ഉണ്ടാകുന്നത്. ജിഞ്ചൈവൽ ബ്ലഡ് സപ്ലൈക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ജിഞ്ചൈവ അല്ലെങ്കിൽ നമ്മൾ ജംഗ്ഷണൽ എപ്പിത്തീലിയം ഇസ് മെയിൻറ്റെയിൻഡ്. അതുകൊണ്ട് ദർ ഇസ് ബോൺ ലോസ് ബട്ട് ദർ ഇസ് നോ പോക്കറ്റ് ഫോർമേഷൻ ഇൻ ട്രോമ ഫ്രം ഒക്ലൂഷൻ. പക്ഷേ ട്രോമ ഫ്രം ഒക്ലൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ഫീച്ചറാണ് മൊബിലിറ്റി. മൊബിലിറ്റി ഉണ്ടാവും ട്രോമ ഫ്രം ഒക്ലൂഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള ടൂത്തിന്. വേറൊരു ഇമ്പോർട്ടൻറ്റ് MCQ ആണ്. ഇങ്ങനെ മൊബൈലായിട്ട് നമ്മൾ കാണുന്ന ടൂത്തിൽ 2 മൈക്രോ ഓർഗാനിസംസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. സോ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് കാംപിലോബാക്ടർ റെക്ടസ് C rectus ആൻഡ് പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കസ് മൈക്രോസ് P micros ആൻഡ് C rectusൻ്റെ പ്രൊപ്പോർഷൻ കൂടുതലായിരിക്കും ഇൻ മൊബൈൽ ടീത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. നൗ റേഡിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വി ക്യാൻ സി ഇൻക്രീസ്ഡ് വിഡ്ത്ത് ഓഫ് ദ പെരിഡോണ്ടൽ സ്പേസ് അല്ലെങ്കിൽ തിക്കനിങ് ഓഫ് ദ ലാമിന ഡ്യൂറ നമുക്ക് കാണാൻ പറ്റും. അത് പെരിഡോണ്ടൽ സ്പേസിൻ്റെ വിഡ്ത്ത് കൂടുന്നത് പെരിഡോൺഷ്യത്തിൻ്റെ സ്റ്റിമുലേഷൻ കൂടുന്ന കാരണമാണ്. ഡ്രമാറ്റിക് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ടാകുമ്പോഴത്തേക്കും സ്റ്റിമുലേഷൻ ടു ദ പെരിഡോൺഷ്യം കൂടിയിട്ട് ദർ ഇസ് ഇൻക്രീസ്ഡ് വിഡ്ത്ത് ഓഫ് ദ പെരിഡോണ്ടൽ ലിഗമെന്റ് സ്പേസ്. രണ്ടാമത്തത് വെർട്ടിക്കൽ റാദർ ദാൻ ഹൊറിസോണ്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇൻറ്റർഡെന്റൽ സെപ്റ്റം. ബോൺ ലോസ് ഉണ്ടാകും. അത് ഏത് ബോൺ ലോസ് ആയിരിക്കും? ഇറ്റ് ഇസ് മോസ്റ്റ്ലി വെർട്ടിക്കൽ ബോൺ ലോസ്. ആൻഡ് മൂന്നാമതായിട്ട് റേഡിയോ ലൂസൻസി ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ദ ആൽവിയോലർ ബോൺ. നാലാമതായിട്ട് റൂട്ടിൻ്റെ റിസോപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ആൽവിയോലർ ബോൺ ലോസ് ഉണ്ട്, റൂട്ടിന് ലോസ് ആൻഡ് റിസോപ്ഷൻ ഉണ്ട്, പെരിഡോണ്ടൽ ലിഗമെൻറ്റിന് തിക്കനിങ് ഉണ്ട്. ഓക്കെ, നൗ when trauma from occlusion is eliminated, there is a substantial reversal of the bone loss.
എക്സെപ്റ്റ് ഇൻ പ്രസൻസ് ഓഫ് പെരിയോഡോണൈറ്റിസ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതുപോലെ എടുത്ത് എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കറൻസിയിൽ കണ്ട സ്റ്റേറ്റ്മെൻറ്റാണിത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പം ഡൗട്ട്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കാരണം എനിക്കും അതിന് ഡൗട്ട് തോന്നിയിട്ടുള്ളതാണ്. നമ്മൾ ട്രോമ ഫ്രം ഒക്ലൂഷൻ കാരണം ബോൺ ലോസ് ഉണ്ടായിട്ടുള്ള ഒരു ടൂത്തിൽ വി ടെൻ ടു തിങ്ക് ദാറ്റ് ഉണ്ടായ ബോൺ ലോസ് തന്നെ ബോൺ ഉണ്ടായി വരത്തില്ലല്ലോ, വി ഹാവ് ടു ഡു സംതിങ് ഫോർ ബോൺ ഫിൽ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. പെരിഡോണ്ടൈറ്റിസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ട്രോമ ഫ്രം ഒക്ലൂഷൻ കാരണം മാത്രമുണ്ടായ ബോൺ ലോസ് നമ്മൾ ആ ട്രോമ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൺ ലോസ് റിവേഴ്സ് ചെയ്യും, അഥവാ അവിടെ ബോൺ ഫില്ലുണ്ടാവും. ഓക്കെ, സോ ട്രോമ ഫ്രം ഒക്ലൂഷൻ കാരണം ഉണ്ടായ ബോൺ ലോസ് ഇസ് റിവേഴ്സിബിൾ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ അല്ല. ട്രോമ ഫ്രം ഒക്ലൂഷനിൽ എക്സസീവ് ഒക്ലൂസൽ ഫോഴ്സസ് അല്ലെങ്കിൽ നോർമൽ ഒക്ലൂസൽ ഫോഴ്സസ് തന്നെ പിന്നെ വീക്കെൻഡ് പെരിഡോൺഷ്യം, ഇതാണ് സിറ്റുവേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ഫങ്ഷൻ. ചില ടൂത്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ദർ ഇസ് ഇൻസഫിഷ്യൻറ്റ് സ്റ്റിമുലേഷൻ ഓഫ് ദ പെരിഡോണ്ടൽ ലിഗമെൻറ്റ്. പെരിഡോണ്ടൽ ലിഗമെൻറ്റ് എന്ത് വിചാരിക്കും, എൻ്റെ ആവശ്യമില്ല ഇവിടെ, ഈ പല്ലിന് ഫങ്ഷൻ ചെയ്യുന്നില്ല. സോ പെരിഡോണ്ടൽ ലിഗമെൻറ്റ് എന്ത് ചെയ്യും, ഇറ്റ് അട്രോഫീസ്. അങ്ങനെ അട്രോഫി ഓഫ് ദ ഫൈബേഴ്സ് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ഒരു സീക്വലാണ് ദർ ഇസ് ഓസ്റ്റിയോപോറോസിസ് ഓഫ് ദ ആൽവിയോലാർ ബോൺ. പെരിഡോണ്ടൽ ലിഗമെൻറ്റ് അട്രോഫി ആവും, ആൽവിയോലാർ ബോണിൻ്റെ ഓസ്റ്റിയോപോറോസിസ് നടന്നിട്ട് ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ദ ബോൺ ഹൈറ്റ്. സോ ട്രോമ ഫ്രം ഒക്ലൂഷൻ ഉണ്ടായാലും ബോൺ ലോസ് ഉണ്ടാവും. ഇനി നമ്മൾ ഹൈപ്പോ ഫങ്ഷൻ ആണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്താലും പ്രശ്നമാണ്, യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഇൻ ദിസ് കേസ് ഓൾസോ ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ദ ബോൺ ഹൈറ്റ്. ഫൈൻ. അടുത്തത് പെത്തോളജിക് മൈഗ്രേഷൻ. നമ്മൾ കാൽക്കുലസ് ആൻഡ് അതർ യാട്രോജനിക് ഫാക്ടേഴ്സ് പഠിച്ചായിരുന്നു. ഒരു മിസ്സിങ് ആയിട്ടുള്ള മാൻഡിബുല ഫെസ്മോളാറിനെ നമ്മൾ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സിവിക്കൽ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ആദ്യം ബോൺ ലോസ് അപ്പിയർ ചെയ്യാവുന്നത് മാക്സിലറി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോളാർസിൻ്റെ ഇടയിൽ ഫുഡ് ഇമ്പാക്ഷൻ ഉണ്ടായിട്ട് അവിടെയാണ് ബോൺ ലോസ് ഉണ്ടാകുന്നതെന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പം ഇതിനൊരു സീക്വലുണ്ട്. അത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is drifting generally occurring in mesial direction. നമുക്കായാലും ഡ്രിഫ്റ്റിംഗ് അങ്ങോട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസിയൽ സൈഡിലോട്ട് ആ ടൂത്ത് ഡ്രിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഐഡിയ. പക്ഷേ എല്ലാ ടൂത്തും മീസിയലി അല്ല ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. മോളാസിൻ്റെ ജനറൽ ടെൻഡൻസി മീസിയൽ ഡ്രിഫ്റ്റിംഗ് ആണ്. ബട്ട് പ്രീമോളാസ് ജനറലി ഡ്രിഫ്റ്റ് ഡിസ്റ്റലി. ഓക്കെ, അങ്ങനെ പ്രീമോളാസ് ഡിസ്റ്റലിയും സെക്കൻഡ് മോളാർസും തേർഡ് മോളാർസും മീസിയലിയും ഡ്രിഫ്റ്റ് ചെയ്യും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ. ഈ സെക്കൻഡ് ആൻഡ് തേർഡ് മോളാർസ് മീസിയലി ഡ്രിഫ്റ്റ് ചെയ്യുമ്പം ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ വെർട്ടിക്കൽ ഡയമെൻഷൻ. ഈ ഇൻസൈസസ് എങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്, ദേ ഡ്രിഫ്റ്റ് ഇൻ എ ലിംഗ്വൽ ഡയറക്ഷൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് ആൻറ്റീരിയർ ഓവർ ബൈറ്റ്. മാൻഡിബുലാർ ഇൻസൈസസ് ലിംഗ്വലി പോകുമ്പോഴത്തേക്കും ഓവർ ബൈറ്റ് കൂടും. അങ്ങനെ മാൻഡിബുലാർ ഇൻസൈസസ് വിൽ സ്ട്രൈക്ക് ദ മാക്സിലറി ഇൻസൈസസ് നിയർ ദെയർ ജിഞ്ചൈവ. അങ്ങനെ മാക്സിലറി ഇൻസൈസറിൻ്റെ ജിഞ്ചൈവയിൽ പാലറ്റൽ ജിഞ്ചൈവയിൽ പോയിട്ട് ട്രോമറ്റൈസ് ചെയ്യും. മാക്സിലറി ഇൻസൈസസിനെ എന്നിട്ട് ഇറ്റ് വിൽ പുഷ് ലേബിയലി ആസ് വെൽ ആസ് ലാറ്ററലി. അങ്ങനെ ആൻറ്റീരിയർ ടീത്തിന് എന്ത് സംഭവിക്കും, ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് എൻ ഇൻസൈസൽ പൊസിഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഇൻസൈസൽ കോൺടാക്റ്റ് കിട്ടാത്തത് കൊണ്ട് ആൻറ്റീരിയർ ടൂത്ത് എക്സ്ട്രൂഡ് ചെയ്യാൻ തുടങ്ങും, എക്സ്ട്രൂഡും ചെയ്യും. അതുപോലെ തന്നെ ദർ ഇസ് എ ഡയസ്റ്റമ ക്രിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഇൻസൈസസ് ബൈ ദ സെപ്പറേഷൻ ഓഫ് ദ ആൻറ്റീരിയർ ടീത്ത്. ഫിഗറിൽ കാണാൻ പറ്റുന്നതാണ് ഒരു ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ. ഇതൊരു ബൈലാറ്ററലി അൺറീപ്ലേസ്ഡ് ആയിട്ടുള്ള മിസ്സിംഗ് മാൻഡിബുലാർ ഫസ്റ്റ് മോളാർ ഉള്ളൊരു കേസാണ്. ഇനി അതർ കോസസ് എന്തൊക്കെയാണ്, നമുക്ക് എപ്പോഴും ഒക്ലൂസൽ ട്രോമ ഉണ്ടാവണമെന്നില്ല ഒരു പെത്തോളജിക്കൽ മൈഗ്രേഷൻ ഉണ്ടാവണമെങ്കിൽ. ഈവൻ ദ പ്രഷർ ഫ്രം ടങ് ക്യാൻ കോസ് എ പെത്തോളജിക് മൈഗ്രേഷൻ. വീക്കെൻഡ് പെരിഡോൺഷ്യം ആണെങ്കിൽ നമ്മുടെ ടങ് പ്രഷർ കൊണ്ട് പോലും പെത്തോളജിക് മൈഗ്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പെരിഡോണ്ടൽ പോക്കറ്റ്സിൻ്റെ അകത്ത് ഇൻ എ കോൺസ്റ്റൻറ്റ് അറ്റംപ്റ്റ് ടു റിപ്പയർ ദർ വിൽ ബി ലോട്ട് ഓഫ് ഗ്രാനുലേഷൻ ടിഷ്യൂ. ഈ ഗ്രാനുലേഷൻ ടിഷ്യൂവിൻ്റെ പ്രഷർ കാരണവും ദർ ക്യാൻ ബി പെത്തോളജിക് മൈഗ്രേഷൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് 2 തിയറീസ് അബൌട്ട് TFO ആണ്. വി ഹാവ് ഗ്ലിക്മാൻസ് തിയറി ആൻഡ് വി ഹാവ് വെയർഹോക്സ് തിയറി. ആദ്യമായിട്ട് ഗ്ലിക്മാൻസ് തിയറി. ഗ്ലിക്മാൻസ് തിയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദ പാത്വേ ഓഫ് സ്പ്രെഡ് ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ എ ടൂത്ത് വിത്ത് TFO ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ ടൂത്ത് വിത്തൗട്ട് TFO. TFO ഉള്ള ഒരു ടൂത്തിൽ പാത്വേ ഓഫ് സ്പ്രെഡ് ഓഫ് ഇൻഫ്ലമേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും വെൻ കമ്പയർഡ് വിത്ത് എ ടൂത്ത് വിത്തൗട്ട് എനി TFO. അപ്പോൾ നമ്മൾ 1 എന്ന് പറഞ്ഞ് കാണുന്ന ആരോ മാർക്കിലെ അതാണ് നോർമലി ഒരു പാത്വേ ഓഫ് സ്പ്രെഡ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻ ടു ദ ബോൺ ആൻഡ് ദെൻ ഇൻ ടു ദ പെരിഡോണ്ടൽ ലിഗമെൻറ്റ്. പക്ഷേ TFO ഉണ്ടെങ്കിൽ ദ ജിഞ്ചൈവൽ ലീഷൻ ഇൻ ദ സോൺ ഓഫ് ഇറിറ്റേഷൻ വിൽ സ്പ്രെഡ് ഡയറക്ട്ലി ഇൻ ടു ദ പെരിഡോണ്ടൽ ലിഗമെൻറ്റ്. അഥവാ ആ 2 എന്ന് കാണിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും നമ്മളുടെ ഡയറക്ഷൻ ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത്.
He described two zones, zone of irritation, zone of co-destruction. Zone of irritation എന്ന് പറയുന്നത് it is bounded by tooth on one side and marginal gingiva and interdental papilla on the other side. Zone of co-destruction എന്ന് പറയുന്നത് സിമന്റവും പെരിഡോണ്ടൽ ലിഗമെന്റും ആൽവിയോളാർ ബോണും ഉള്ള ഒരു സോണാണ്. ഗ്ലിക്മാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രോമ ഫ്രം ഒക്ലൂഷൻ കെൻ നോട്ട് അഫക്ട് ദ സോൺ ഓഫ് ഇറിറ്റേഷൻ. സോൺ ഓഫ് ഇറിറ്റേഷനിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത് പ്യുവർലി ഡ്യൂ ടു പ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ട്രോമ ഫ്രം ഒക്ലൂഷൻ ഒരു ടൂത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അഫക്റ്റിംഗ് ദ സോൺ ഓഫ് കോ ഡിസ്ട്രക്ഷൻ. Why? Because the pathway of spread of inflammation from the zone of irritation to the zone of co-destruction becomes different in a tooth with TFO. ഇതാണ് ഗ്ലിക്മാൻസ് തിയറി. കുറേ വർഷക്കാലം ഇതായിരുന്നു നമുക്ക് ട്രോമ ഫ്രം ഒക്ലൂഷനെ പറ്റിയുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള തിയറി അൺടിൽ വെയർഹോഗ് ചലഞ്ച് ദിസ്. വെയർഹോഗ് എന്താ പറഞ്ഞ വെയർഹോഗ് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ആംഗുലാർ ഡിഫക്ട്സും ഇൻഫ്രാബോണി പോക്കറ്റ്സും ട്രോമ ഫ്രം ഒക്ലൂഷൻ ഉള്ള ടീത്തിലും ഇല്ലാത്ത ടീത്തിലും ഈക്വൽ നമ്പേഴ്സിലായിരുന്നു കാണാൻ പറ്റിയത്. അങ്ങനെ വെയർഹോഗ് പ്രപ്പോസ് ചെയ്തു ട്രോമ ഫ്രം ഒക്ലൂഷൻ കാരണമല്ല ആംഗുലാർ ബോണി ഡിഫക്ട്സും ഇൻഫ്രാബോണി പോക്കറ്റ്സും ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു സബ്ജൻജൈവൽ പ്ലാക്ക്. അതായത് when the subgingival plaque on one tooth is at a more apical level and the plaque on the neighboring tooth. അപ്പോൾ അവർ രണ്ട് ഡിഫറെൻറ്റ് ലെവൽസിലായും. ആൻഡ് വൺ മോർ തിങ് ഇസ് ദ വോളിയം ഓഫ് ദ ആൽവിയോലാർ ബോൺ ഇസ് ലാർജ്. അതെന്താ അങ്ങനെ പറയുന്ന കാരണം ഇപ്പോൾ ഇന്റർഡെന്റൽ ബോൺ നാരോ ആണെങ്കിൽ അവിടെ ഉള്ള സബ്ജിഞ്ചൈവൽ പ്ലാക്കിലുള്ള ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ നമുക്കറിയാം റേഡിയസ് ഓഫ് ആക്ഷൻ ഇസ് 1.5 to 2.5 millimeters. അപ്പം ഇത്രയും ഏരിയയിൽ ഡിസ്ട്രക്ഷൻ അതിന് കൊണ്ടുവരാൻ പറ്റും. സോ അത് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ബോൺ ഡിസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു വൈഡ് ഇന്റർഡെന്റൽ ബോൺ ആണെങ്കിൽ ഈ പ്ലാക്ക് എക്സേർട്ട് ചെയ്യുന്ന റേഡിയസ് ഓഫ് ആക്ഷൻ 1.5 to 2.5 വരെ ഉള്ളൂ. അതിനേക്കാൾ വൈഡ് ആണെങ്കിൽ ആ ഫുൾ ഏരിയയിൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഡിസ്ട്രക്ഷൻ നടക്കും, ബാക്കിയുള്ള ബോൺ അവിടെ ഇൻടാക്റ്റ് ആയിട്ടായിരിക്കും. This results in a vertical bone loss. So, according to Verhoek, levels of subgingival plaque in the neighboring tooth different ആവുകയും width of the interdental bone കൂടുകയും ചെയ്യുമ്പോഴാണ് vertical bone loss ഉണ്ടാകുന്നത്. And trauma from occlusion has got nothing to do with this. കമ്മിങ് ടു ഡയഗ്നോസിസ്, നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ പേഷ്യൻ്റ് തരുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ടയേർഡ് ജോസ് ആയിരിക്കും. ടയേർഡായിട്ടുള്ള അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ജോസ് ആയിരിക്കും പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ്. ക്ലിനിക്കൽ ഫീച്ചറിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മൊബിലിറ്റി. ആൻഡ് നമ്മൾ 4 റേഡിയോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് TFO പറഞ്ഞായിരുന്നു. തിക്കനിങ് ഓഫ് ലാമിന ഡ്യൂറ, പിന്നെ റേഡിയോലൂസൻസി ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ദി ആൽവിയോലാർ ബോൺ, വെർട്ടിക്കൽ ബോൺ ലോസ് കാണാൻ പറ്റും, റൂട്ട് റിസോപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ക്ലിനിക്കലി നമുക്ക് ഇത് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രെമിറ്റസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇത് PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് ടെസ്റ്റ് ഇസ് യൂസ് ടു ഡയഗ്നോസ് ട്രോമ ഫ്രം ഒക്ലൂഷൻ? ഫ്രെമിറ്റസ് ടെസ്റ്റ്. ഫ്രെമിറ്റസ് ടെസ്റ്റ് ക്യാൻ ബി യൂസ് ടു ഡയഗ്നോസ് ട്രോമ ഫ്രം ഒക്ലൂഷൻ ഇൻ ആൻറ്റീരിയർ ആസ് വെൽ ആസ് പോസ്റ്റീരിയർ ടീത്ത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ആൻറ്റീരിയർ ടൂത്തിൽ മാത്രമേ ഫ്രെമിറ്റസ് ടെസ്റ്റ് യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പോസ്റ്റീരിയർ ടൂത്ത് ആസ് വെൽ. കമ്മിങ് ടു TFO ഇൻ ഇംപ്ലാൻസ്, ജസ്റ്റ് വൺ വേർഡ് അബൌട്ട് TFO ഇൻ ഇംപ്ലാൻസ്. നമ്മൾ കോമ്പോസിറ്റ് ബീം അനാലിസിസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ടൈറ്റാനിയത്തിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5 to 10 times മോർ ദാൻ അവർ കോർട്ടിക്കൽ ബോൺ. അപ്പം നമ്മളുടെ ബോണിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റാനിയം വെക്കുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രോമ ഫ്രം ഒക്ലൂഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുവാണെങ്കിൽ ഇത് എപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത് ഈ ജംഗ്ഷനെ ആയിരിക്കും. ടൈറ്റാനിയവും നമ്മളുടെ കോർട്ടിക്കൽ ബോണും തമ്മിലുള്ള ജംഗ്ഷൻ അഥവാ ആൽവിയോലാർ ക്രസ്റ്റിലായിരിക്കും. അങ്ങനെ ക്രസ്റ്റൽ ബോൺ ലോസ് ഉണ്ടാവും ഡ്യൂ ടു ട്രോമ ഫ്രം ഒക്ലൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വാട്ട് ഇസ് വാട്ട് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഡിഫൈനിങ് ടേംസ് ഉണ്ട് ഓരോത്തിനും. ഫെനസ്ട്രേഷൻ ആണെങ്കിൽ വിൻഡോ ലൈക്ക് ലീഷൻ അല്ലെങ്കിൽ മാർജിനൽ ബോൺ ഇൻടാക്ട്. ഡെഹിസൻസ് ആണെങ്കിൽ മാർജിനൽ ബോൺ ഇസ് അഫക്റ്റഡ്. അതുപോലെ തന്നെ പ്ലാറ്റ്യൂ ലൈക്ക് എന്നുള്ള വേർഡ് കണ്ട് അത് ലെഡ്ജാണ്, അല്ലെങ്കിൽ സ്പൈൻ ലൈക്ക് അല്ലെങ്കിൽ നൊഡ്യൂൾ ലൈക്ക് ഓവർ ഗ്രോത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എക്സോസ്റ്റോസിസ് ആണ്. TFOയിൽ മെയിനായിട്ടും ഗ്ലിക്മാൻസ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, വെയർഹോക്സ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.